DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് പോലീസ് വാഹനം തകർത്ത കേസിൽ ജാമ്യം ലഭിച്ചു. കോതമംഗലം പോലീസ് സ്റ്റേഷനിലും തുടർന്ന് കോടതിയിലും ഹാജരായാണ് ജാമ്യമെടുത്തത്. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിനാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ജനകീയ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് പോലീസിന്റെ ഈ പ്രവൃത്തിയിലൂടെ കാണാൻ കഴിയുന്നതെന്ന് മുഹമ്മദ് ഷിയാസ്. പോലീസ് വാഹനം തകർത്തതായി ആരോപിച്ച് മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിൽ മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ബോധിപ്പിച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവ് നേടിയിരുന്നു. ഈ കേസിലാണ് ഏപ്രിൽ 2-ാം തീയതി ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ജാമ്യ വ്യവസ്ഥ പ്രകാരം ഒരാഴ്ചക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചതും. പ്രതിയെ ഹാജരാക്കിയ സമയം അഡ്വക്കേറ്റ് PSA കബീർ മുഖാന്തരം അപേക്ഷ നൽകി കോടതിയിൽ നിന്നും റിലീസാവുകയായിരുന്നു. ഈ 363, 364, 365 ഒരു ക്രൈമിൽ ഷിയാസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്താണ് 366 ക്രൈം പോലീസ് എടുക്കുന്നത്. അത് ഈ വാഹനം ഓടിച്ചിരുന്ന നെടുങ്ങപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ആ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കണ്ടാൽ അറിയാവുന്ന 3 പേരിൽ ഒരാള് വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചുകൊണ്ട് പോയി, ബാക്കി 2 പേര് വാഹനം അടിച്ചു പൊളിച്ചു. എന്നാൽ ക്ലിയർ ആയിട്ട് മൊഴി പറയുന്നുണ്ട് ആ സമയത്ത് ഷിയാസ് ആ കേസിൽ പ്രതിയല്ല. അതിനുശേഷം പിന്നീട് അത് ഷിയാസ് പ്രേരിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാക്കിയാണ് ഷിയാസിനെ കേസിൽ കുടുക്കിയത്. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിനാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ജനകീയ സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നതെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഞാൻ പോലീസിന്റെ വാഹനം തകർത്തു, ആ വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞ് കള്ളക്കേസ് എടുക്കുകയും ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും നമുക്ക് ചെയ്തിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു കേസിൽ തന്നെ സമാനമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി 4 കേസുകൾ എടുത്ത് 4 ജാമ്യമില്ലാത്ത ഒപ്പിട്ട കേസെടുത്ത പോലീസാണ് കോതമംഗലത്തെ പോലീസ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.